ഇന്ന് ഈവനിങ്ങിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നാളെ രാവിലത്തേക്ക് ദോശയും ചട്നിയോ ചമ്മന്തി അങ്ങനെ എന്തെങ്കിലും ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാമ്പാറും ഉണ്ട്, ഒന്നുകിൽ സാമ്പാർ ചട്നി എല്ലാം കൂടി ആക്കിയിട്ട്. അപ്പോൾ ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാം കഴുകിയതാണ് കേട്ടോ. പിന്നെ ചോറിട്ടതിന് ശേഷം ഒന്നും കൂടി അരിയെല്ലാം കൂടി ഒന്ന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അരി അരച്ച് വരുമ്പോഴേക്ക് ചപ്പാത്തിക്ക് വെള്ളം ഒഴിച്ചിട്ട് വെച്ചാൽ മതിയല്ലോ, അപ്പോൾ ഒന്ന് ലേശം ഒന്ന് സോഫ്റ്റായി കിട്ടും ചെയ്യും. അങ്ങനെ ചപ്പാത്തിപ്പൊടി അപ്പോൾ ആട്ടപ്പൊടി എടുത്ത് നോക്കിയപ്പോഴാട്ടോ ആട്ട തീർന്ന വിവരം മനസ്സിലായത്. എപ്പോഴും എന്തെങ്കിലും തീരും, പക്ഷെ പറയാൻ ഓർമ്മ ഉണ്ടല്ലോ. എന്തെങ്കിലും സാധനം വേണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഇട്ടത് പറയൂല. ഇതിൻ്റെ ആവശ്യം വരുമ്പോഴാണ് ഇതില്ലല്ലോ എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവില്ല. എപ്പോഴുള്ള സംഭവമാണ് കേട്ടോ. ഞാൻ വിചാരിക്കും എനിക്കിനി വല്ല അൽഷിമേഴ്സിൻ്റെ ഞാൻ തകരാറുണ്ടോ പഠിച്ചോനെ എന്നുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, എത്ര സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിലും 2-3 സാധനത്തിൻ്റെ പേര് ഞാൻ വിടും എന്തെങ്കിലും വേണ്ടേന്നുള്ളത്. പിന്നെ അപ്പോൾ അതവിടെ ഞാൻ പിന്നെ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് വെച്ചാൽ അപ്പോൾ അത് അരച്ച് കഴിയുമ്പോഴത്തേക്ക് ചൂടൊന്ന് തണ്ണി ജസ്റ്റ് ഒന്ന് കുഴക്കാൻ പാകത്തിലുള്ളൊരു ഇതായിക്കോളൂ. ഞാൻ എപ്പോഴും ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴക്കാറുള്ളത്. കാരണം എന്താ വെച്ചാൽ നല്ല സോഫ്റ്റായി കിട്ടും. പിന്നെ ലേശൊരു വെള്ളം കൂട്ടിയെടുത്തിട്ടുണ്ടെങ്കിലും നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ദോശക്കുള്ള അരച്ചും കൂടി വെച്ചാൽ പിന്നെ രാവിലെ പിന്നെ പ്രശ്നമില്ല. സത്യത്തിൽ ഈ ഒരു ദോശ ഇഡ്ഡലിയൊക്കെ അരച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല സുഖം കേട്ടോ. കാരണം ഒരുപാട് സമയം കിട്ടുന്ന പോലെയാണ്. എഴുന്നേൽക്കാൻ നേരം വൈകിയാലും കുറച്ച് പ്രശ്നമില്ല, കാരണം അരച്ചുണ്ടല്ലോ. അല്ലാതെ നമ്മൾ ചപ്പാത്തിയും നൈസ് പത്തിരിയൊക്കെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് ലേറ്റാവും ചെയ്യും. അപ്പോൾ മോന് രാവിലെ 7 മണിയാകുമ്പോഴേക്ക് മദ്രസയിൽ പോകണം, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ട്യൂഷന് പോകണം. അപ്പോൾ എന്തായാലും രാവിലെ ചായയും കുടിച്ചിട്ടേ പറഞ്ഞേക്കാറുള്ളൂ. അങ്ങനെ ദോശക്കുള്ളൊക്കെ അരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിട്ട് കേട്ടോ. അത് അന്നേരം ആ പണീൻ്റെ കൂടെ എനിക്കിങ്ങനെ ഈ തുടച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചപ്പാത്തിക്ക് അപ്പോൾ ലേശം വെള്ളം ഒഴിച്ചത് അധികമായിപ്പോയി. അപ്പോൾ കോൺഫ്ലവറും പിന്നെ ഗോതമ്പിൻ്റെ പുട്ടുപൊടി ഉണ്ടായിരുന്നു, അതൊക്കെ കൂടിയിട്ട് മിക്സാക്കി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി, എല്ലാ പൊടിയും കൂടി വന്നപ്പോഴേ. പിന്നെ രാവിലെ നൈസ് പത്തിരി ആയിരുന്നു ഉണ്ടാക്കിയത്, അപ്പോൾ അതിൻ്റെ ബാക്കി ലേശം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് ഇതാക്കിയപ്പോൾ പിന്നെ രാത്രിക്കത്തേക്കുള്ള ഫുഡായിട്ടുണ്ട്. പിന്നെ ഇവിടെ ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല. ചോറ് കുറച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കും, അല്ലെങ്കിൽ അതിന് കണക്കാക്കിയിട്ടേ വെക്കാറുള്ളൂ. പിന്നെ കുഞ്ഞമത്തി വരട്ടിയതാണ്, അപ്പോൾ ഇത് നല്ലപോലെ വറ്റിച്ചിട്ടില്ല, കുറച്ച് പിന്നെ കറി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേക്ക് പിന്നെ സിങ്കിൽ ആസ് യൂഷ്വൽ കുറേ പാത്രങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇത്ര തിരക്കിട്ട് ചെയ്തത് സാധാരണ 9 മണിയാകുമ്പോഴേക്ക് 9:30 ഫുഡൊക്കെ കഴിച്ച് കഴിയണം. പക്ഷേ ബിഗ് ബോസ് ഉള്ളതിനോട് അതും ഇന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാ പണിയും വേഗം തീർക്കുന്നത്. അടുക്കള മൊത്തം ക്ലീനാക്കി വെച്ചാൽ പിന്നെ സമാധാനമായിട്ടിരുന്ന് പരിപാടി കാണാമല്ലോ.